ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്നിപ്പോൾ എങ്ങോട്ടാണെന്നില്ലേ, ഞാൻ നേരെ രാവിലെ വീട്ടിലോട്ട് പോകും. അപ്പം നേരെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് രാവിലെ ഇറങ്ങി ട്രെയിൻ 6 മണിക്ക്, ഞാൻ 6:05 റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പിന്നെ വേറെ ട്രെയിൻ കയറി. അങ്ങനെ ട്രെയിനൊക്കെ കിട്ടി. അങ്ങനെ കിട്ടിയ സീറ്റ് ഞാൻ കയറി ചാടിക്കയറി. എനിക്ക് സൈഡ് സീറ്റ് കിട്ടില്ല, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സീറ്റ് കിട്ടാൻ പാടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോ എടുക്കണമല്ലോ. പിന്നെ പോകുന്ന വഴിക്ക് നീ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. അങ്ങനെ ഞാൻ നമ്മുടെ സ്വന്തം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അങ്ങനെ കുറച്ച് നേരം എനിക്ക് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞ് പിന്നെ ഒരു ബസ് കയറാം കേട്ടോ, പത്തനംതിട്ടയിലോട്ട് ചെല്ലാൻ. പത്തനംതിട്ട ചെന്നിട്ട് പിന്നെ എനിക്ക് ബസ് കയറണം വീട്ടിലോട്ട് ചെല്ലാൻ. അങ്ങനെ പെട്ടെന്ന് പോയി സൈഡ് സീറ്റൊക്കെ ഒപ്പിച്ച്. ഇപ്പം ആ വെയിൽ എന്നോട് സൂര്യൻ ദേഷ്യമാണെന്ന് തോന്നുന്നു. ഞാൻ എവിടെ ഇരുന്നാലും വെയില. അങ്ങനെ ബസ്സായിരുന്നു. നേരെ സമയം പറഞ്ഞില്ല, നേരെ സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞ് കുറേ നേരം അവിടെ വായി നോക്കി. എന്നിട്ട് നമ്മൾ നേരെ ബസ്സേ കയറി. ബസ്സേ നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട പാറ കാണാം. ഈ പാറ കാണാത്തവരെ ആരും കാണത്തില്ലായിരിക്കും. പിന്നെ ബസ് ഇരുന്നൊരു വീഡിയോയും ഫോട്ടോ നിർബന്ധമാണല്ലോ. അങ്ങനെ ബസ് എടുത്തു. നേരെ നമ്മൾ വടശ്ശേരിക്ക് വന്നു. അങ്ങനെ പിന്നെ എനിക്ക് കുറേ നേരം കൂടി ഇരിക്കേണ്ടി വന്നു വണ്ടിയിൽ. അങ്ങനെ നേരെ നമ്മൾ ഇരുന്നു. പിന്നെ നേരെ നമ്മുടെ സ്ഥലം എത്തി. ഞാൻ ഇറങ്ങി. ഓട്ടോയെ കയറിയാൽ നമുക്ക് വീട്ടിലെത്താമല്ലോ. പിന്നെ ഓട്ടോയെ കയറിയിട്ട് വീഡിയോയും ഫോട്ടോ വേണമല്ലോ. പിന്നെ കടയിൽ വന്നു. നമ്മൾ കപ്പലിൻ്റെ ഒക്കെ കുറിച്ചുകൊണ്ടാണ് പോകുന്നത് വീട്ടിലോട്ട്. ഇത് പോകുന്ന വഴിയാണ് കേട്ടോ വീട്ടിലോട്ടുള്ള. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഫുഡേ എന്നുള്ള ഒറ്റ വിചാരത്തിലൂടെയാണല്ലോ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ ഇതിനെ കാണാൻ വേണ്ടി. അപ്പോൾ അത്രയുള്ള ഡാറ്റാ ബേസ് യു